കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ, ഈരാറ്റുപേട്ടയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുൻപിൽ വെച്ച കാര്യങ്ങളെ സംബന്ധിച്ചാണ് കുറച്ച് കാര്യമായി പറയാനുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഈരാറ്റുപേട്ട നിവാസികളുടെ ദീർഘകാലത്തെ സ്വപ്നമാണ് ഈരാറ്റുപേട്ട കേന്ദ്രമാക്കി പുതിയൊരു താലൂക്ക് രൂപീകരിക്കുക എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട് UDF-ന്റെ ഭരണ സംവിധാനം നമ്മളോട് കഴിഞ്ഞ ദിവസങ്ങളിൽ ബഡ്ജറ്റിന് ശേഷം പറഞ്ഞ നമ്മളെ നാട്ടിലെ ജനങ്ങളെ അപഹാസ്യരാക്കുന്ന രീതിയിലുള്ള ഒരു വാർത്തയും സോഷ്യൽ മീഡിയയിലുള്ള പ്രവർത്തനവും കണ്ടു. നമുക്കറിയാം, ഈരാറ്റുപേട്ട കേന്ദ്രമാക്കി പൂഞ്ഞാർ താലൂക്ക് രൂപീകരിക്കുന്നതിന് 10 കോടി രൂപ അനുവദിച്ചു എന്നുള്ളതാണ് ആ വാർത്ത. പക്ഷെ അതിൻ്റെ അകത്തൊരു നമുക്ക് മനസ്സിലായത്, കേരളത്തിലെ വലിയ താലൂക്കുകളെല്ലാം വിഭജിച്ച് കേരളത്തിൽ പുതിയൊരു ജില്ല രൂപീകരിക്കുന്നതിനും വേണ്ടി കമ്മീഷനെ പഠിക്കാൻ വേണ്ടി പുതിയ കമ്മീഷനെ നിയോഗിക്കുകയും ആ കമ്മീഷൻ ഈ കാര്യങ്ങളെല്ലാം പഠിക്കുന്നതിന് വേണ്ടിയുമാണ് 10 കോടി രൂപ അനുവദിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപം ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കാം, നമ്മളോട് സൂചിപ്പിക്കാം. പക്ഷേ നിലവിൽ നമുക്ക് മനസ്സിലായ കാര്യം, നമ്മൾ പഠിച്ചിട്ട് നമുക്ക് മനസ്സിലായ കാര്യം, ഈ പറഞ്ഞ തരത്തിൽ ഈരാറ്റുപേട്ട ജനങ്ങളുടെ വലിയ ചിരകാലാഭിലാഷമായ ഈ ഇത്തരത്തിലുള്ള ഒരു ടോക്കൺ പ്രൊവിഷനോട് കൂടിയുള്ള ബഡ്ജറ്റിൽ വന്ന ഒരു കാര്യം ഇതിനു മുമ്പ് നമ്മുടെ മുൻ MLA ആയിരുന്ന അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കൊളുത്തുങ്ങളുടെ MLA-യുടെ കാലഘട്ടത്തിലും അദ്ദേഹത്തിന് ഇതിനു മുമ്പുണ്ടായിരുന്ന ബഡ്ജറ്റിലും വന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഇത്തവണത്തെ ബഡ്ജറ്റിലും വന്നിട്ടുള്ളത്. ഇത് പഠനത്തിന് വേണ്ടി മാത്രമാണ്. ഈരാറ്റുപേട്ട നഗരസഭ ഈരാറ്റുപേട്ട കേന്ദ്രമാക്കി പൂഞ്ഞാർ താലൂക്കിനെ കുറിച്ച് പഠിക്കുന്നതിന് മാത്രമല്ല, കേരളത്തിലെ വലിയ താലൂക്കുകളെല്ലാം തന്നെ വിഭജിച്ച് ഈരാറ്റുപേട്ട കേന്ദ്രമാക്കി താലൂക്ക് അനുവദിക്കുന്നതിന് മാത്രമല്ല, കേരളത്തിലെ എല്ലാ വലിയ താലൂക്കുകളെയും വിഭജിച്ച് അതുപോലെ തന്നെ മറ്റൊരു ജില്ല രൂപീകരിക്കുന്നതിന് കമ്മീഷനെ നിയോഗിച്ച് ആ കമ്മീഷൻ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 10 കോടി രൂപ അനുവദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിന് വ്യക്തമായ ഒരു മറുപടി ജനങ്ങളെ അപഹാസ്യരാക്കുന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളെല്ലാം കണ്ടു. അത്തരത്തിലുള്ള ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളത് UDF-ന്റെ ഭരണ സംവിധാനങ്ങളും UDF നേതാക്കളും എല്ലാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.